ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ഡയറ്റ് ചിക്കൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ: തൈര്, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, പാഴ്സ്ലി, പിന്നെന്താ നമ്മുടെ ഗരം മസാല, പിന്നെ നമ്മുടെ പാസ്ത സീസണിങ്, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഓക്കെ, പിന്നെ നമുക്ക് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, പിന്നെ ഞാൻ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള തൈര് എടുത്തല്ലോ. അപ്പോൾ ആ തൈര് ഞാൻ അവിടെ വെച്ചിരിക്കുന്ന സ്പൂണില്ലേ, അത് ആ സൈസിനുള്ളത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്പൂൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള തൈര് കിട്ടും. അപ്പം ആ തൈര് ആദ്യം നമുക്ക് ഒഴിക്കാം ചിക്കനിലേക്ക്. എന്നതിന് ശേഷം നമ്മുടെ മുളക് പൊടി ഞാൻ ഇട്ടു, പിന്നെ കുരുമുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഞാൻ ഇടുവാണ്. അപ്പോൾ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അപ്പോൾ അതും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഞാനവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ചെറുതായിട്ട് എൻ്റെ ഈ പൊടികളൊക്കെ പറക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറയും പോലെ ഈ പാസ്ത സീസണിങ്, അതുപോലെ തന്നെ നമ്മുടെ പാഴ്സ്ലി ലീവ്സ്, അപ്പോൾ ഇതൊക്കെ ഒരു ഏകദേശം ഇപ്പോൾ വളരെ കുറച്ചിട്ടാൽ മതി. ഇപ്പോൾ അര സ്പൂണോ അങ്ങനെയൊക്കെ അതിൽ ഇട്ടാൽ മതി. അപ്പോൾ 2 സ്പൂണും കൂടെ ഇടുക. എന്നതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വെച്ച് അതൊരു ഞാൻ ഉപ്പിടാൻ മറന്നു. അപ്പോൾ ഉപ്പിട്ടു. അപ്പോൾ നല്ല രീതിക്ക് നമുക്ക് ആ ഉപ്പ് എത്ര ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അര സ്പൂണോ, കാരണം കുറച്ച് ചിക്കനല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മുടെ ഈ മിക്സിലോട്ട് നമുക്ക് ചിക്കൻ നല്ല രീതിക്ക് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ അത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളതാട്ടോ ഇത്. അപ്പോൾ നല്ല രീതിക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റോ മാക്സിമം ഒരു 20 മിനിറ്റ്, അപ്പോൾ അതിനകം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഈ എയർ ഫ്രയറിലാണ് ഞാൻ വെക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓവനിൽ വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിക്കാം. ഇപ്പോൾ ഞാൻ എയർ ഫ്രയറാണ് എടുത്തിരിക്കുന്നത്. എയർ ഫ്രയറിൽ നമുക്ക് ഓരോ ചിക്കൻ പീസും നിരത്തി വെക്കാം. മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേവ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കഴിക്കാൻ അതിൻ്റേതായിട്ടുള്ള നല്ല വേവില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നിരത്തി വെക്കുക. എന്നതിന് ശേഷം നമുക്കത് ഓവനിലൊരു 20 മിനിറ്റ്, ഒരു 20ഓ 22 മിനിറ്റോ എയർ ഫ്രയറിൽ നല്ല രീതിക്ക് നമുക്കിത് കുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന ടൈം നമ്മൾ എയർ ഫ്രയറിലായതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് വാർണിംഗ് ബെൽ പോലെ അല്ലെങ്കിൽ ബെല്ലടിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത് നല്ല രീതിക്ക് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ കുക്ക് ചെയ്ത് നമ്മളത് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ തന്നെ നമുക്ക് അൽഫാം, ഷവായി അതിൻ്റെയൊക്കെ നല്ല സ്മെല്ലാട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്, ഞാൻ ശരിക്കും ഇത് ഡയറ്റ് ചിക്കനാണെന്നല്ലോ പറഞ്ഞത്. അപ്പോൾ ഞാനിത് ഉച്ചയ്ക്ക് നമ്മുടെ മീലായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കഴിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓനിയൻ, ക്യാപ്സിക്കം, പിന്നെ ഫ്രൂട്ട്സായിട്ട് ഞാൻ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, സ്മോൾ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗ്രീൻ ലീവ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കുക്കുംബർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ യോഗേർട്ടുമായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഞാൻ നോർമലായിട്ടുള്ള ഫ്രഷ് യോഗേർട്ടും എടുക്കാറുണ്ട്, ഫ്ലേവേഴ്സായിട്ടുള്ള നമ്മുടെ ബ്ലൂബെറിയുടെ യോഗേർട്ടും എടുക്കാറുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് സാധാരണ ഞാൻ കഴിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 1 സ്പൂണോ, അല്ലെങ്കിൽ 1 സ്പൂൺ മീൻസ് നമ്മുടെ ഇച്ചിരി വലിയ സ്പൂൺ, ഒരു 2 സ്പൂണ് യോഗേർട്ട് എടുക്കും. എന്നാൽ അതിനോടൊപ്പം നമ്മൾ ഈ വെജിറ്റബിൾസും യൂസ് ചെയ്യും. എന്നതിന് ശേഷം വേണമെങ്കിൽ ഉപ്പും കുരുമുളകും യൂസ് ചെയ്യും.